സെസ്, ആ സെസ്സിനെ പറ്റി വന്നിരിക്കുന്ന കണക്കുകൾ നോക്കണം. 133% സെസ്സിൽ വർധനമുണ്ടായെന്നാണ് പറയുന്നത്. അതായത് മോദി ഗവൺമെൻറ് വന്ന 2017-18 മുതൽ 22-23 വരെയുള്ള കാലഘട്ടത്തിലാണ് 133% വർധനവാണ് സെസ്, സർചാർജ് എന്നീ ഇനങ്ങളിൽ ഉള്ളതെന്ന്. സെസ് ആണെങ്കിൽ പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ചൊലുത്തുന്നതാണ്. അത് തന്നെയാണ് സർചാർജും. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സർചാർജ് ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം, ഇന്ന കാര്യത്തിന് മാത്രമായിരിക്കണം എന്ന്, അതായത് സ്വച്ഛ് ഭാരത് മിഷന് വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയായിരിക്കണം, അങ്ങനെ ഒരു നിഷ്കർഷയില്ല സർചാർജിൻ്റെ കാര്യത്തിൽ. അത് ഗവൺമെൻറ്. അപ്പം എന്താണ് ഈ സെസ്, സർചാർജ് എന്നിവയിൽ ഈ 133% വർധനവ് ഉണ്ടാകാനുള്ള കാരണം? അതാണ് നമ്മൾ ചികഞ്ഞ് ആലോചിക്കേണ്ടത്. അതായത് ഈ ടാക്സ് പൂൾ 42% നിന്ന് ഒരു 35% ആയി വെട്ടിക്കുറയ്ക്കണം എന്ന് നരേന്ദ്രമോദിയും അരുൺ ജെയ്റ്റ്ലിയും ആഗ്രഹിച്ചിട്ട് അത് നടന്നില്ല. അതിന് പിന്നെ ഈ 14ാം ധനകാര്യ കമ്മീഷൻ്റെ തലപ്പത്തിരുന്നവരോ നീതി ആയോഗിൻ്റെ തലപ്പത്തിരുന്നവരോ സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കാതെ വന്നതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു, അല്ലെങ്കിൽ മന്ത്രാലയം എന്തു ചെയ്തു? ഇഷ്ടം പോലെ സെസ്, സർചാർജ് ഇവ ചാർത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഇത്രയധികം 133% സർചാർജ് വർധനവുണ്ടാകാനുണ്ടായ കാരണം. അതായത് കൃത്യമായിട്ട് 2017-18 സെസ്സും സർചാർജും വഴി പിരിച്ചെടുത്ത തുക, ആകെ തുക 2,18,553 കോടി, അതായത് 2,18,553 കോടി രൂപയായിരുന്നു. അത് 2022-23 ആയപ്പോഴേക്കും 5,10,549 കോടിയായി. അതാണ് 133% വർധനവെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. 2 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിലധികമായിട്ട് സെസ്, സർചാർജ് ഇവ വഴി പിരിച്ചെടുക്കേണ്ട തുകയിൽ മാറ്റം വന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്? ഇത് സംസ്ഥാനങ്ങളുടെ ധന സിറ്റുവേഷനെ എങ്ങനെ ബാധിക്കും? ഇതാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് എപ്പോഴും പറയണത്. അതായത് 15ാം ധനകാര്യ കമ്മീഷൻ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ ഈ പറയപ്പെട്ട BJP ഗവൺമെൻറ് വന്നതിന് ശേഷം എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ മൂലം സംസ്ഥാനം, പ്രത്യേകിച്ച് കേരളം, വലിയ ധനപ്രതിസന്ധിയിലാണ് എന്ന് എപ്പോഴും പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഒരു കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. അപ്പം ഇതുവഴി, അതായത് വിമർശകർ പറയുന്നത് ഈ സെസ്സും സർചാർജും വഴി ഉള്ള സെസ്സിൻ്റെയും സർചാർജിൻ്റെയും പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇങ്ങനെ സമാഹരിക്കുന്ന പണം സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടേണ്ടതില്ല. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ അത് സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടേണ്ടതില്ല ആ ഫണ്ട്. പക്ഷേ ആ ഫണ്ട് ഉപയോഗിച്ച് അതിലെ സെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം, സെസ് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതികൾ സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടുന്ന പദ്ധതികളായിരിക്കണം എന്നേ ഉള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി, സ്വച്ഛ് ഭാരത് മിഷൻ പോലെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതായത് UPA ഗവൺമെൻറ് കാലത്ത് തന്നെ തുടങ്ങിയ NRHM ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. NRHMനാണെങ്കിൽ 60:40 ആണ്. അതായത് 60% കേന്ദ്രം ചെലവഴിക്കുമ്പോൾ 40% സംസ്ഥാനം ചെലവഴിക്കണം. അതാണ് അതിൻ്റെ പ്രപ്പോർഷൻ. അപ്പോൾ അതുപോലെ വിവിധ പ്രപ്പോർഷനുകളിലാണ് ഈ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ചെലവഴിക്കുന്നത്. നമ്മൾ കണ്ടു ഈ പ്രാവശ്യം ഇപ്പോൾ കേരളത്തിന് ഫണ്ട് അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? അതായത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പേര് ഒരുപോലെ, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പേരിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുഖം മിനുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, ബ്രാൻഡിങ്, അതാണ് അവർ പറയുന്നത്, ബ്രാൻഡിങ്. അതായത് നിങ്ങളുടെ ബ്രാൻഡിങ് നടത്തുന്നെങ്കിൽ നടത്തിക്കോ, പക്ഷേ ഞങ്ങളുടെ ബ്രാൻഡിങ് ഒട്ടും കുറയാൻ പാടില്ല. അതാണ് കേന്ദ്രത്തിൻ്റെ. അപ്പം നമ്മളെപ്പോഴും ഓർക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് പുഷ്പമേ അധിക തുങ്കപദത്തിൽ എന്ന് ഞാൻ പാടിയത് അതുകൊണ്ടാണ്. എന്താണ്, ഒരു ഡെമോക്രസിയിൽ ജനങ്ങളുടെ നികുതി പണം എടുത്താണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാകട്ടെ സംസ്ഥാനാവിഷ്കൃത പദ്ധതിയാകട്ടെ ഈ പദ്ധതികളൊക്കെ എടുത്ത് നടത്തുന്നത് ജനങ്ങളിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന നികുതി പണം കൊണ്ടാണ്. ഓക്സ്ഫാമിൻ്റെ അസമത്വ സർവേ ഒക്കെ പറയുന്നുണ്ട് ഇന്ത്യയിലെ GSTയുടെ 63% വരുന്നത് താഴെ തട്ടിലെ 50% ഉപഭോക്താക്കളിൽ ആണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ഭാഗം മാത്രമേ ഉയർന്ന വരുമാനക്കാർ ചെലവഴിക്കുന്നുള്ളൂ. അപ്പോൾ ആരുടെ അടുത്തു നിന്നാണ്
കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ നടത്തുന്ന ജനസേവന പ്രവർത്തനങ്ങൾ, ഈ പറയപ്പെട്ട കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തന്നെയാണ്. നമ്മളവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. ഒരു പാവപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ 100 രൂപ കിട്ടിയാൽ 101 രൂപയും ഉപഭോഗത്തിന് വേണ്ടി അയാൾ ചെലവഴിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാളുടെ കയ്യിൽ കിട്ടിയ മുഴുവൻ പൈസയിലും അയാൾ നികുതി അടയ്ക്കേണ്ടി വരും. അതേസമയത്ത് നമ്മൾ മുകേഷ് അംബാനിയെയോ അദാനിയെയോ ടാറ്റയെയോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ധനാഢ്യനെയോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ എത്രയോ മൈനറായിട്ടുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവർ ഉപഭോഗത്തിന് വേണ്ടി അതിൽ മാത്രമാണ് അവർ നികുതി കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നികുതി കൊടുക്കുക? പിന്നെയുള്ള നികുതി കൊടുക്കലൊക്കെ സർക്കാരും കൂടെ ചേർന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ മോദി ഗവൺമെൻറ്റും കൂടെ ചേർന്ന് നിന്നുള്ള ഒരു നികുതി വെട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഇലക്ടറൽ ബോണ്ടിൽ എത്ര കോടി കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താലും നികുതി കൊടുക്കണ്ട, അത് നികുതിയിൽ നിന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ അത് മാത്രവുമാണോ? അനോണിമസ് ആയിട്ടാണ്, ആരിട്ടു എന്നും പറയേണ്ടതില്ല. അങ്ങനെ കൈകോർക്കുകയാണ് നികുതി കൊടുക്കാൻ പരുവത്തിനുള്ള വലിയ കോർപ്പറേറ്റ് ബോഡികളുമായിട്ടുമൊക്കെ ഗവൺമെൻറ് കൈകോർക്കുന്നതിൻ്റെ ലക്ഷണമാണ് അനോണിമസ് ആയിട്ട് ഇലക്ടറൽ ബോണ്ടിൽ എന്തുമാത്രം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള നിയമം തന്നെ. അതാണ് നമ്മൾ നോക്കേണ്ട. അങ്ങനെ ഏതെല്ലാം തരത്തിലാണ് ഡെമോക്രസിയെ കൊല ചെയ്തുകൊണ്ട് ഈ ധനികർക്ക് നികുതി കൊടുക്കാതിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കേരളീയത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് സ്പോൺസർഷിപ്പ്. ആരാണ് സ്പോൺസർഷിപ്പ് എടുക്കുക? അത് നമുക്കറിയാം. ഈ പറയപ്പെട്ട ഈ ഫെസ്റ്റിവൽ, എന്താണ് വിൽപ്പന മേളകളിലൊക്കെ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗ് ഏജൻസികളാണ്. അതായത് ഉൽപ്പാദകരും അവരോട് ചേർന്ന് നിൽക്കുന്ന വിൽപ്പനക്കാരും അടങ്ങിയ സംഘമാണ് ആ ലാഭമെല്ലാം കൊയ്യുന്നത്. അപ്പോൾ ആ ലാഭം കൊയ്യുന്ന അവരുടെ അടുത്ത് എന്നാണ് സ്പോൺസർഷിപ്പ് എടുക്കാൻ പറയുന്നത്. അവരെന്തായിരിക്കും ഒരു കണ്ടീഷൻ വയ്ക്കുക? നികുതി തരില്ല. ശരി, നികുതി ഞങ്ങൾ ചോദിച്ചു വരുന്നില്ല എന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണടച്ച് ഒരു അണ്ടർഹാൻഡ് ഡീലാണ് അവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡെമോക്രസിയെ ചുതി ചെയ്തുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണെങ്കിലും പാവപ്പെട്ടവരാണ് നികുതി കൊടുക്കുന്നത്. ആ പാവപ്പെട്ടവൻ്റെ, അതായത് ഒരു മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സും ദരിദ്രരും, അവരാണ് നികുതി അവരുടെ ഇൻകത്തിലെ ഏറ്റവും വലിയ വരുമാനത്തിൻ്റെ ഭാഗവും സാധനങ്ങൾ വാങ്ങാൻ ചെലവഴിക്കുകയും നികുതി അതിൽ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പണം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്തിനാണ് ബ്രാൻഡിംഗ് ഒക്കെ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും അത് ഡെമോക്രസിയുടെ അപജയമായി മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പം നമുക്ക് വീണ്ടും ഫിനാൻസ് കമ്മീഷനിലേക്ക് വന്നാൽ, അങ്ങനെ 14 ഫിനാൻസ് കമ്മീഷൻ 42% ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അതായത് സംസ്ഥാനങ്ങൾക്ക് ഡിവിസിബിൾ പൂളിലൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത്രയും കൊടുക്കാൻ ആഗ്രഹിച്ചില്ല. അതിനെ ഇടപെടാൻ ശ്രമിച്ചു, നടന്നില്ല. അതിൻ്റെ ഫലമായിട്ട് 133% വരെ സെസ്, സർചാർജ് ഇവയെല്ലാം കൂടി അടക്കി നമ്മൾ നേരത്തെ കണ്ടതുപോലെ 5,10,549 കോടിയാണ് 2022-23 വർഷം കിട്ടിയ ഈ പറയപ്പെട്ട 2 സെസ്സിൽ നിന്നും സർചാർജിൽ നിന്നും കൂടി സമാഹരിച്ച പണം. അപ്പം അങ്ങനെ പണം സമാഹരിച്ചു. ഇനി അത് കഴിഞ്ഞപ്പോഴാണ് ഈ 15th ഫിനാൻസ് കമ്മീഷൻ്റെ വരുന്നത്. 15th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് NK സിംഗ് ആണ്. അദ്ദേഹം അതിൻ്റെ റിപ്പോർട്ട്, അതായത് എങ്ങനെയാണ് കമ്മീഷൻ നടപ്പാക്കുക റിപ്പോർട്ടൊക്കെ 2017 പാർലമെൻറ്റിൽ വയ്ക്കുന്നത്. 2021-22 മുതൽ 25-26 വരെയാണ് ഇതിൻ്റെ പ്രവർത്തന കാലഘട്ടം. ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ 15ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പ്രവർത്തന കാലഘട്ടം. അപ്പോൾ ഈ 15ാം ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തന കാലഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങളുടെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം ഫിനാൻസ് കമ്മീഷനാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്നൊക്കെ പ്രധാനമായിട്ടും വിമർശനം ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ്? 14ാം ധനകാര്യ കമ്മീഷൻ തീർപ്പനുസരിച്ച് നമുക്ക് ആ പൂളിൽ നിന്ന് കേരളത്തിന് കിട്ടിയത് 2.5%. പക്ഷേ 15ാം ധനകാര്യ കമ്മീഷൻ, NK സിംഗ് കമ്മീഷൻ 2020-21 മുതൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നമുക്ക് ടാക്സ് പൂളിൽ നിന്ന് കിട്ടിയത് 1.9% കുറയുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞത്? അത് കുറയാനുണ്ടായ കാരണം
അതിലെ നോംസിൽ 15th ഫിനാൻസ് കമ്മീഷനും 14th ഫിനാൻസ് കമ്മീഷനും തമ്മിൽ നോംസിൽ ചില അന്തരങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അന്തരം എന്ന് പറയുന്നത്, 14ാം ധനകാര്യ കമ്മീഷൻ വരെ എടുത്ത പോപ്പുലേഷൻ, ബേസ് പോപ്പുലേഷൻ 1971 പോപ്പുലേഷനായിരുന്നു. അന്ന് കേരളത്തിന് 3.83% പോപ്പുലേഷൻ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ. അതായത് 1971 പോപ്പുലേഷൻ കണക്ക് സെൻസസ് അനുസരിച്ച് കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 3.83%. ഈ 15ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു, 2011 പോപ്പുലേഷനാണ് ബേസായിട്ട് എടുത്തത്. അപ്പോൾ അങ്ങനെ പോപ്പുലേഷൻ ബേസായിട്ട് എടുത്തപ്പോഴേക്കും നമ്മുടെ പോപ്പുലേഷൻ 2.62% കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെയർ ഫിസ്ക്കൽ ഡെവല്യൂഷനിൽ നമുക്ക് കിട്ടിയ ഷെയർ 2.5 നിന്ന് 1.93% കുറഞ്ഞു. അപ്പോൾ ഇത് പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പോപ്പുലേഷൻ വഴിയായിട്ട് 10% കുറയുമ്പോൾ മറ്റ് പോപ്പുലേഷൻ പോളിസി നടപ്പാക്കിയതിൻ്റെ പേരിൽ 12.5% നമുക്ക് കിട്ടുമെന്നും കൂടി ഓർക്കണം. അപ്പോൾ അവിടെ ഒരു നഷ്ടം ഉണ്ടായതുപോലെ തന്നെ ഒരു ഗെയിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വേറെ പല കാരണങ്ങൾ, ഫിസ്ക്കൽ എഫേർട്ട്, പിന്നെ അങ്ങനെ അതിൻ്റെ അകത്ത് ഫിനാൻസ് കമ്മീഷനിലെ മറ്റ് നോംസ് ഉണ്ട്. ആ നോംസൊക്കെ വെച്ച് നോക്കുമ്പോൾ ആകെപ്പാടെ സംസ്ഥാന ഗവൺമെൻറ്റിന് 0.57 കുറവ് വന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അപ്പോൾ ഇതുകൊണ്ടാണ് ധനപ്രതിസന്ധി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ലെന്നാണ് നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റുക. എന്തുകൊണ്ടാണ്? കർണാടകത്തിന് 1.06 നഷ്ടമുണ്ടായി ഈ പറയപ്പെട്ട നോംസൊക്കെ വെച്ച്. അവർക്ക് ധനപ്രതിസന്ധി ഇല്ലല്ലോ. പിന്നെ തമിഴ്നാടിന് കുറവുണ്ടായി, ആന്ധ്രയ്ക്ക് കുറവുണ്ടായി, തെലുങ്ക് ദേശത്തിന് കുറവ്. ഇവർക്ക് ആർക്കും ധനപ്രതിസന്ധി ഇല്ല. കേരളത്തിൽ മാത്രമേ ധനപ്രതിസന്ധിയുള്ളൂ. എന്ന് വെച്ചാൽ കേരളത്തിലെ ധനകാര്യ മാനേജ്മെൻറ്റ് വളരെ ആശങ്കാജനകമായ രീതിയിൽ താഴ്ന്നു പോയിരിക്കുന്നു, കാര്യക്ഷമതയില്ലാതെയായിരിക്കുന്നു. അതുപോലെയാണ് ധനധൂർത്തും മറ്റെല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കേന്ദ്രത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ 42% എന്ന് പിന്നെ YV റെഡ്ഡി ഫിക്സ് ചെയ്ത ആ നോമിൽ നിന്ന് അത് കുറച്ചും കൂടി കുറച്ച് സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ മതി എന്ന ഒരു ആറ്റിറ്റ്യൂഡ് മോദി ഗവൺമെൻറ്റിനുണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്കാജനകമായ, അതായത് നല്ല ഫെഡറൽ തത്വത്തിന് എഗൻസ്റ്റാണ് അത്തരം വികാരങ്ങൾ. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക, സംസ്ഥാനങ്ങളുടെ ധനവിനിമയം എങ്ങനെയാണെന്ന് ഒന്ന് മോണിറ്റർ ചെയ്യുക, അത് ശരിയല്ല എന്ന് കണ്ടാൽ ചില ഡയറക്ഷൻസൊക്കെ കൊടുക്കുക, ചില കറക്ഷൻസൊക്കെ കൊടുക്കുക. അതിനൊക്കെയുള്ള സാധ്യതകൾ കേന്ദ്ര ഗവൺമെൻറ്റിനും കേന്ദ്ര ധനവകുപ്പിനും ഒക്കെയുണ്ട്, ഫിനാൻസ് കമ്മീഷനും ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്ത് നേരെ നടത്താൻ നോക്കുന്നതിന് പകരം കുറച്ച് കൊടുക്കണം. അതായത് അവർക്ക് 42% കൊടുക്കേണ്ട, അതിനേക്കാൾ കുറച്ച് കൊടുക്കണം എന്നുള്ള ഒരു താത്വികമായിട്ട് മാറ്റം വരുത്താനുള്ള ശ്രമം അതൊരിക്കലും ഒരു ഫെഡറൽ സംവിധാനത്തിലെ ഭൂഷണമല്ല. അങ്ങനെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ അനുകൂലിക്കാൻ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ഫിസ്ക്കൽ സിറ്റുവേഷനെ പറ്റി കൃത്യമായിട്ട് അറിയാവുന്നവർക്കോ ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്.